പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. സർവലോക നിയന്താവായ ഭഗവാൻ ശ്രീനാരായണൻ എല്ലാം അറിയുന്നവനാണെങ്കിലും അറിയാത്തതുപോലെ തന്നോടഭയം ഇരുന്ന ആ ദേവന്മാരോട് തന്നെ ഇങ്ങനെ വീണ്ടും ചോദിച്ചു. അതിദുഷ്ടനായ രാവണനെ നിഗ്രഹിക്കുവാൻ ഉപായം എന്താണുള്ളത്? മാമുനി ജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന അരക്കവരനെ എന്തു ചെയ്താണ് ഒഴിക്കേണ്ടത്? അനശ്വരനായ ആദിപുരുഷനോട് ദേവന്മാർ സവിനയം ഇങ്ങനെ ഉണർത്തി. മഹാദേവ, മനുഷ്യരൂപമെടുത്ത് മഹായുദ്ധത്തിൽ അവനെ വധിക്കൂ. അതികഠിന തപസ്സാണ് ദശവദനൻ ചെയ്തത്. ലോകവിധാതാവ് അതിൽ ഏറ്റവും സന്തുഷ്ടനായി. ആ യാതുദാനന് നൽകിയ വരം സർവ ജീവ പീഡകമായി തീർന്നു. മനുഷ്യനാലൊഴികെ മറ്റൊരു ജീവിയാലും മരണം സംഭവിക്കുകയില്ല എന്നിങ്ങനെ പ്രപിതാമഹനോട് വരം വാങ്ങിയ ആ അസുരൻ പ്രത്യേക അത്യഹങ്കാരിയാണ്. 3 ലോകങ്ങളെയും വിറപ്പിക്കുന്നു. സ്ത്രീകളെ ബലാൽ പിടിച്ചുകൊണ്ടുപോകുന്നു. ശത്രുമർദ്ദകനായ ഭഗവാനെ, അവനെ വധിക്കുവാൻ നരനൊഴികെ മറ്റാർക്കും പാടില്ല. ചരാചര സ്വരൂപിയായ ഭഗവാൻ നാരായണൻ ദശരഥ മഹാരാജാവിനെ താതനാക്കുവാൻ തന്നെ തീരുമാനിച്ചു. ആ സന്ദർഭത്തിലാണ് പുത്രകാമേഷ്ടിയാഗം പുത്രാർത്ഥമായി നരവരൻ ചെയ്യുന്നതും. മാമുനീന്ദ്രന്മാരുടെയും സുരശ്രേഷ്ഠന്മാരുടെയും പൂജകളേറ്റുകൊണ്ട് പരമാത്മാവ് അയോധ്യാധിപനെ ധന്യധന്യനാക്കുവാൻ ഉദ്ദേശിച്ച് എല്ലാവരും നോക്കി നിൽക്കെ അപ്രത്യക്ഷനായി. അപൂർവവും അത്ഭുതജനകവുമായൊരു ദൃശ്യമാണ് ആ സമയം യാഗശാലയിൽ ഉണ്ടായത്. ഹോമകുണ്ടത്തിൽ നിന്ന് അതുല്യ ശോഭയാർന്നൊരു മഹത് ഭൂതം പെട്ടെന്ന് വെളിപ്പെട്ടു. അമേയ ബലവീരങ്ങളോടുകൂടിയ ആ ദിവ്യരൂപത്തിൻ്റെ വർണ്ണം കറുപ്പ്, ധരിച്ച വസ്ത്രം രക്തനിറം, വദനം ചുകന്നത്, ഭേരീനാഥം, സിംഹത്തിൻ്റെ സടകളെ പോലെ സ്നിഗ്ധമായ മീശയും കേശജാലവും, ശുഭലക്ഷണങ്ങളൊത്ത അംഗങ്ങളിൽ ദിവ്യാഭരണങ്ങൾ, പർവ്വതശിഖരം പോലെ ഉയരം, മതമാർന്ന വമ്പുലിയുടെ പരാക്രമം, ദീപ്താനലനെ പോലെ ജ്വലിക്കുന്ന ആദിത്യ തുല്യാകാരം, മുഴുതിങ്കൾ പോലെ പ്രകാശം പൊഴിക്കുന്ന ഹാരത്തിൽ അലംകൃതമായ മാറിടം, തോൾവളകളാൽ അതുല്യ തേജസ്സി എന്ന പരികബാഹുക്കൾ, സിംഹസ്കന്ധം, ചന്ദ്രസുന്ദരമായി ശോഭിക്കുന്ന ദന്തപംക്തികൾ, ഇങ്ങനെ തേജസ്സൊത്തു ചേർന്ന് ജ്വലിക്കുന്നത് പോലെ, സ്ത്രീകളെ കൊണ്ട് ദീപിക്കുന്നത് പോലെ പ്രത്യക്ഷനായി വന്ന ആ ദേവൻ ധർമ്മപത്നിയെ ലാളിക്കുന്നത് പോലെ സശ്രദ്ധം തപ്ത സ്വർണ്ണ നിർമ്മിതമായൊരു പാത്രം കൈകളിൽ വഹിച്ചിട്ടുണ്ട്. വെള്ളി കൊണ്ട് അടപ്പിട്ട ആ ദിവ്യപായസ ഭാജനത്തെ താലോലിച്ച് ഇങ്ങനെ തുടർന്നു. മഹാരാജാവേ, പ്രജാപതി ദേവന്റെ ആളാണ് ഞാൻ. പെട്ടെന്ന് കൈകൊപ്പിക്കൊണ്ട് ദശരഥൻ പറഞ്ഞു. അവിടേക്ക് വിനീത നമസ്കാരം, ഹൃദയംഗമായ സ്വാഗതം. ഭഗവാനെ, ഏതൊന്നൊന്ന് ഞാൻ അവിടത്തേക്ക് ചെയ്യേണ്ടത്? അത് കൽപ്പിച്ചാലും. ബ്രഹ്മദൂതനായ ആ ദേവൻ സസ്മിതം ഇങ്ങനെ തുടർന്നു. മഹാരാജാവെ, അങ്ങേക്ക് സദ്ഫലം സിദ്ധിച്ചു കഴിഞ്ഞു. ഭക്തിയോടെ ചെയ്ത പൂജയാൽ ദേവന്മാർ പ്രസാദിച്ചു. ദേവനിർമ്മിതമായ പായസമാണിത്. സന്തതിയും ഐശ്വര്യവും ആരോഗ്യവും നൽകുവാനുള്ള ശക്തി ഈ പ്രസാദത്തിനുണ്ട്. അനുരൂപങ്ങളായ പത്നിമാർക്ക് ഇതിനെ കൊടുക്കണം. അവരിൽ ആത്മജന്മാർ ഉണ്ടാകും. വംശകാരന്മാരായ പുത്രന്മാർക്ക് വേണ്ടിയാണല്ലോ ഈ മഹായജ്ഞം നടത്തിയത്. ആനന്ദാശ്രുക്കളെ ഒഴുക്കിക്കൊണ്ടാണ് ദശരഥ മന്നനൻ അങ്ങനെയാകാം എന്ന് പറഞ്ഞതുകൂടി. ദേവദത്തമായ പായസഭാജനത്തെ ശിരസിൽ തന്നെ വാങ്ങി മനോഹര രൂപം എന്ന ആ ദേവനെ താണു അടങ്ങി പ്രദക്ഷിണം വെച്ചു. അവാജ്യമായ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ഒരാൾക്ക് അചിന്ത്യമായ ധനം സിദ്ധിച്ചാലുണ്ടാകുന്ന സന്തോഷം അയോധ്യാധിപനുണ്ടായി. യജ്ഞകർമ്മങ്ങളെ സമംഗളം അവസാനിപ്പിച്ച ശേഷമാണ് അത്ഭുതാകൃതി എന്ന ദിവ്യൻ ആ സ്ഥലത്തു നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷനായി തീർന്നത്. ശാൽക്കല പൂർണ്ണചന്ദ്രനാൽ ആകാശ തലമെന്നതുപോലെ അയോധ്യ ചക്രവർത്തിയുടെ അന്തപുരം അന്ന് പ്രശോഭിതമായി തീർന്നു. സുസ്മേര വദനത്തിൽ സന്തോഷ കണ്ണുനീർ പ്രഭവിച്ചുകൊണ്ടാണ് ദശരഥ മഹാരാജാവ് കൗസല്യയുടെ കൊട്ടാരത്തിൽ എത്തിയത്. പകുതി പായസം ദേവിക്ക് നൃപവരൻ നൽകി. ബാക്കിയുള്ളതിൻ്റെ പകുതി സമീപത്തിൽ സന്നിഹിതയായി നിൽക്കുന്ന സുമിത്രയ്ക്കും ബാക്കിയുള്ളതിൻ്റെ പകുതി കൈകേയിക്കും സുധാർത്ഥമായി നരാധിപൻ കൊടുത്തു. അല്പനേരം ചിന്തിച്ച് ഭൂവരൻ ബാക്കി പായസത്തെ നൽകിയത് സുമിത്രയ്ക്ക് തന്നെയാണ്. ഇങ്ങനെ ദേവനിർമ്മിത പായസാമൃതം സിദ്ധിച്ച ദശരഥ പത്നിമാർ അതുല്യ സമ്മാനം നേടിയതുപോലെ കൃതകൃത്യരായി. ദിവസങ്ങൾ ഓരോന്നോരോന്നായി ഭൂതകാലത്തിലേക്ക് വഴുതി വീണു. ദർശനത്തിൽ തന്നെ ആനന്ദമേകുന്ന ആകൃതി മാറ്റം ധന്യധന്യകളായ ദശരഥ പത്നിമാരിൽ വ്യക്തമായി. സൂര്യാഗ്നി
സദൃശമായ ഗർഭധാരണം ആ മഹതികളിൽ ഉണ്ടായി. അവരുടെ വളർന്നു വരുന്ന ഉദരം ദിനം പ്രതി ആനന്ദത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് മഹാനായ മഹേശനെ ഉയർത്തിക്കൊണ്ടിരുന്നു. സുരേന്ദ്ര സിദ്ധ ഋഷികളാൽ സംപൂജിതനായ ശ്രീഹരി വൈകുണ്ഠത്തിലെന്ന പോലെ ദശരഥ നൃപവരൻ അയോധ്യയിലെ അരമനയിൽ സന്തുഷ്ടനായി വസിച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.